എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു വെൽനസ് വിത്ത് വിധു. ഞാൻ വിധു ഹരിദാസ്, സർട്ടിഫൈഡ് ന്യൂട്രീഷനിസ്റ്റ് ആൻഡ് ഫിസിക്കൽ ആൻഡ് മെൻ്റൽ വെൽനസ് പ്രൊമോട്ടർ. കഴിഞ്ഞ വീഡിയോയിൽ ഫ്രീ റാഡിക്കൽസ് എന്താണെന്നും ആൻറ്റി ഓക്സിഡൻസിൻ്റെ ഇമ്പോർട്ടൻസും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. അപ്പോൾ പലതരം ആൻറ്റി ഓക്സിഡൻസ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കണമെന്ന് നമ്മൾ പറഞ്ഞു. പക്ഷേ പലപ്പോഴും നമുക്കിതൊന്നും അവൈലബിൾ ആയിരിക്കില്ല. ഓക്സിഡേറ്റീവ് സ്ട്രെസ് വളരെയധികം കൂടിയിരിക്കുന്ന ഒരു സാഹചര്യമാണെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ഈ നോർമൽ ഫുഡ് ഹാബിറ്റ്സിനകത്ത് നിന്ന് നമുക്ക് അല്ലെങ്കിൽ നോർമൽ ഫുഡിൽ നിന്ന് നമുക്ക് വേണ്ട രീതിയിലുള്ള ആൻറ്റി ഓക്സിഡൻസ് കിട്ടിക്കൊള്ളുന്നില്ല. അപ്പോൾ നമ്മൾ എക്സ്ട്രാ ആയിട്ട് നമ്മൾ പല സോഴ്സിൽ നിന്നും ആൻറ്റി ഓക്സിഡൻസ് എടുക്കേണ്ടി വരും. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു അനുഭവത്തിലും ഞാൻ സെലക്ട് ചെയ്തേക്കുന്നതുമായിട്ടുള്ള 1-2 ബ്രാൻഡ്സ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് വളരെ നല്ലതായിട്ട്, അതായത് ഞാൻ എപ്പോഴും സെലക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ പുറയിൽ വർക്ക് ചെയ്തേക്കുന്ന ബ്രെയിൻ ആരാണ്, സയൻറ്റിസ്റ്റുകൾ ആരാണ്, ഏത് കമ്പനിയാണോ, ഓതൻറ്റിസിറ്റി ഉണ്ടോ, സർട്ടിഫിക്കേഷൻ ഉണ്ടോ നോക്കിയിട്ട് ഞാൻ സെലക്ട് ചെയ്യാറുള്ളൂ. അങ്ങനത്തെ സാഹചര്യത്തിൽ ഞാൻ പരിചയപ്പെട്ടതിൽ വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ആൻറ്റി ഓക്സിഡൻറ്റ് ഡ്രിങ്ക് ആണ് ഓൺ ആൻഡ് ഓൺ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ 9E5 എന്ന് പറയുന്ന ഒരു ബെറി ജ്യൂസ്. 10-അധികം പല ടൈപ്പ് ഓഫ് ബെറി പഴങ്ങളും നോനി, കറ്റാർവാഴ, നെല്ലിക്ക ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ ആയിട്ടുള്ള സാഷേസ് ആണ്. 30 സാഷയുടെ ഒരു പാക്കറ്റാണ്. അത് വളരെ വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ആൻറ്റി ഓക്സിഡൻറ്റ് ഡ്രിങ്ക് ആയിട്ട് കണ്ടിട്ടുണ്ട്. കാരണം ഒരുപാട് ഫ്രൂട്ട്സും വെജിറ്റബിൾസിലും ഒക്കെ ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ ആൻറ്റി ഓക്സിഡൻസ് നിറഞ്ഞിരിക്കുന്നത് ബെറിപ്പഴങ്ങളിൽ. അങ്ങനെ ഒരു ബെറിപ്പഴങ്ങളിൽ ഏറ്റവും നല്ലോണം ആൻറ്റി ഓക്സിഡൻസ് നിറഞ്ഞിരിക്കുന്ന ബെറിപ്പഴങ്ങളുടെ ഒരു കോമ്പിനേഷൻസ് ആണ് ഈ 9E5 അടങ്ങിയിരിക്കുന്നത്. ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന ബെറീസ് ഏതൊക്കെയാണെങ്കിൽ സ്ട്രോബെറി, ക്രാൻബെറി, ബ്ലൂബെറി, ബ്ലാക്ക്ബെറി, അക്കായ് ബെറി, എൽഡർലി ബെറി, റാസ്ബെറി, റെഡ് കറൻറ്റ്, ഗോജി ബെറി. സ്ട്രോബെറി ഹാർട്ട് ഹെൽത്തിന് വളരെ നല്ലതാണ്. ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കാൻ വളരെ നല്ലതാണ്. RBCയുടെ പ്രൊഡക്ഷൻ കൂട്ടും. ബ്ലാക്ക്ബെറിയിൽ വൈറ്റമിൻ B, C, K ഒക്കെ നിറച്ചുണ്ട്. ക്രാൻബെറി ആസ്മയ്ക്ക് നല്ലതാണ്. യൂറിനറി ട്രാക്ട് ഡിസീസുകൾക്ക് നല്ലതാണ്. ബ്ലൂബെറി പിന്നെ ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടിക്ക് വളരെ ഫേമസ് ആണ്. വാർദ്ധക്യം തള്ളി നീക്കാൻ വളരെയധികം സഹായിക്കുന്നതാണ്. റാസ്ബെറി ഫൈബർ കണ്ടൻറ്റ് നല്ലോണം ഉണ്ട്. ആംല, നെല്ലിക്ക ഒരു സൂപ്പർ ഫുഡാണ്. അത് ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യാൻ നല്ലതാണ്. ഫൈബറാണ്, വൈറ്റമിൻ C ആണ്, ഇമ്മ്യൂണിറ്റി കൂട്ടാൻ നല്ലതാണ്. എൽഡർബെറി എന്ന് പറയുന്ന റെസ്പിറേറ്ററി ഹെൽത്തിന്, ത്രോട്ട്, ടോൺസിലൈറ്റിസ്, അൾസർ ഇതിന് വളരെ നല്ലതാണ്. ഗോജി ബെറി എന്ന് പറഞ്ഞാൽ ഡയബറ്റീസിന്, ഐസൈറ്റ്, സ്ലീപ്പ് ഡിസോർഡേഴ്സ്, ബ്രെയിൻ ഫംഗ്ഷൻ ഒക്കെ നല്ലതാണ്. റെഡ് കറൻറ്റ് വൈറ്റമിൻ C, പൊട്ടാഷ്യം, മെഗ്നീഷ്യം, കോൺസ്റ്റിപ്പേഷന് നല്ലതാണ്. BP കൺട്രോൾ ചെയ്യാൻ നല്ലതാണ്. മസിൽ ക്രാംസ് വരാണ്ടിരിക്കാൻ നല്ലതാണ്. പിന്നെ പലതും ചെറി, ബ്ലാക്ക് കറൻറ്റ്, അക്കായ് ബെറി അങ്ങനെ കുറേയധികം ബെറി പഴങ്ങളുണ്ട്. സെൽസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള കുറേയധികം ഗുണങ്ങൾ എല്ലാ ബെറീസിനും ഉണ്ട്. അതിൻ്റെ കൂടെയാണ് നോനി ഫ്രൂട്ട്. അത് വളരെ റിച്ച് ഇൻ ഫൈബറാണ്, ആൻറ്റി ഓക്സിഡൻ്റ് ആണ്, ദഹനത്തിന് നല്ലതാണ്, അൾസർ ഉണ്ടെങ്കിൽ നല്ലതാണ്. പിന്നെ ഉള്ളത് കറ്റാർവാഴ. അതിൽ 200-ൽ പരം ഗുണങ്ങളാണ് കറ്റാർവാഴയ്ക്ക് പറഞ്ഞിരിക്കുന്നത്. ക്യാൻസർ പോലത്തെ അസുഖങ്ങൾ വരാണ്ടിരിക്കാനും അൾസർ പോലത്തെ അസുഖങ്ങൾ വരാണ്ടിരിക്കാനും ഒക്കെ വളരെ നല്ലതാണ്. 9E5 എന്ന് പറയുന്നത് ഈ പറയുന്ന ഫ്രീ റാഡിക്കൽസിൻ്റെ അളവ് കുറയ്ക്കാനായിട്ട് ഏറ്റവും കൂടുതൽ ആൻറ്റി ഓക്സിഡൻറ്റ് നിറഞ്ഞിരിക്കുന്ന ഈ ബെറീസിൻ്റെ ജ്യൂസ് ഭയങ്കരമായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഹാർട്ട് ഹെൽത്തിന് നല്ലത്, ജോയിൻറ്റ് ഹെൽത്തിന് നല്ലതാണ്, ഇൻഫ്ലമേഷൻസ് ഇല്ലാണ്ടിരിക്കാൻ, ഇമ്മ്യൂണിറ്റി, ഡൈജഷൻ, കോൺസെൻട്രേഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ, ഓവറോൾ ഹെൽത്ത്. എന്നാൽ ഈ പറയുന്ന ബെറി ജ്യൂസ് ഈ അസുഖങ്ങൾക്കൊക്കെ ഉള്ളതാണോ? അല്ല. നമ്മുടെ ശരീരം ഏതൊക്കെ അവസ്ഥയിലേക്കാണോ വഴുതി വീഴുന്ന ഓക്സിഡേഷൻ കാരണം ആൻറ്റി ഓക്സിഡൻസ് ചെന്ന് സപ്പോർട്ട് ചെയ്യാണ്. അതായത് വേണ്ട രീതിയിലുള്ള ആൻറ്റി ഓക്സിഡൻസ് ചെല്ലുമ്പോൾ അതിൽ നിന്ന് ശരീരത്തിനെ അസുഖങ്ങളിൽ നിന്ന് വീഴാണ്ട് തിരിച്ച് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യണം. അല്ലാണ്ട് ഈ ഒരു അസുഖങ്ങൾക്ക് ഒന്നുമുള്ള റെമഡി അല്ല അത്. പക്ഷെ നമ്മുടെ ശരീരത്തിനെ ഹെൽത്തി ആക്കി കൊണ്ടുവരുമ്പോൾ ഈ അസുഖങ്ങളിലേക്ക് പോകാണ്ടിരിക്കാനായിട്ട് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യണം. സോ വളരെ ആയിട്ടുള്ളതാണ്. അത് ഒരു സാഷേ 2 നേരം കഴിക്കാവുന്നതാണ്. ഒരു നേരമെങ്കിലും നമ്മൾ ഒരു ദിവസം കഴിക്കുന്നത് വളരെ നല്ലതാണ്. 30 സാഷേസിൻ്റെ ഒരു പാക്കറ്റാണ്. അത് റെഗുലർലി നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു മെയിൻ്റനൻസിന് വേണ്ടി നമുക്ക് 1-2 ദിവസം കഴിച്ചു കഴിഞ്ഞാലും നമ്മുടെ ശരീരത്തിലേക്ക് പല പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് റിക്കവർ ചെയ്യാനോ അല്ലെങ്കിൽ പല പ്രശ്നങ്ങളിലേക്ക് നമ്മുടെ ശരീരം പോകാണ്ടിരിക്കാനും നമുക്ക് വളരെ വളരെ നല്ലതാണ്.